സർക്കാരിനെതിരായി ഒന്ന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ആളുകൾ എല്ലാവരും. ഞാൻ ഇവരോടൊക്കെ പറയും, മാർസിസ്റ്റുകാരെ കണ്ട വഴക്കുന്നവരുണ്ട്. പണ്ടൊക്കെ വഴക്കിടും തിരഞ്ഞെടുപ്പ്. അവരവിടെയൊക്കെ വർക്ക് ചെയ്യാനൊക്കെ നടക്കുന്നുണ്ട്. പലരും നമുക്ക് വോട്ട് ചെയ്യാൻ പോണേ തിരഞ്ഞെടുപ്പ്. ഞാനിത് പാലക്കാട് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ചിരിച്ചു കിട്ടിയില്ല അവസാനം. കാരണം എന്താ? അവര് തന്നെ മടുത്ത അവരുടെ സർക്കാരിനെ. നിങ്ങൾ സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഓരോ വീട്ടിലും ചെല്ലുമ്പോ ഈ സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ കൊണ്ട് മാത്രം ഇരകളായി മാറി ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഇല്ല. നല്ല ഭരണമാണ്. 9 കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോ സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല. എന്താ കാര്യം? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടികളാണ്. മാവേലി സ്റ്റോറിൽ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട് അല്ലേ? പക്ഷെ സബ്സിഡി കിട്ടുന്ന 13 സാധനം ഇല്ല, കാലിയാണ്. ഉണ്ടോ? ഇതൊക്കെ പറ, സ്ത്രീകൾ പറ. പക്ഷെ ബിവറേജ് കോർപ്പറേഷനിൽ പോയാൽ കുപ്പി കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുക. ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന്റെ അകത്തൊരു ട്രോള് കണ്ടു. ഞാൻ കുറെ നേരം ഇരുന്ന് ചിരിച്ചു. ആദ്യം ബിവറേജ് കോർപ്പറേഷന്റെ അലമാര എല്ലാം നിറഞ്ഞ് കവിഞ്ഞിരിക്കുക. തൊട്ട് താഴെ മാവേലി സ്റ്റോറിന്റെ അലമാര ഒരു കുന്തമില്ല. ശരിയല്ലേ? ഇവിടെ പോയി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ കൂട്ടാൻ പോവാ. KSRTC കാര്യം അറിയാലോ. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 47,000 ജീവനക്കാരുണ്ടായിരുന്നത് ഇപ്പൊ 22,000 ജീവനക്കാരുണ്ടായി. ഏകദേശം തീരുമാനമായി. ശമ്പളം പോലും മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. വൈദ്യുതി ബോർഡ് ഇപ്പൊ എത്ര പ്രാവശ്യം ചാർജ് കൂട്ടി? 3 അല്ലേ? കഴിഞ്ഞ നവംബറിൽ കൂട്ടാൻ ഒരു ഉത്തരവ് ഇറക്കിയപ്പോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ചാർജ് കൂട്ടാൻ ഉത്തരവിട്ടപ്പോ 2 പ്രാവശ്യം ചാർജ് കൂട്ടാൻ ഉത്തരവിട്ടു. ഒറ്റ ഉത്തരവിൽ. അന്ന് ആരും ശ്രദ്ധിച്ചില്ല. നവംബറിലും ചാർജ് കൂട്ടി, ഏപ്രിലും കൂട്ടി. ഇപ്പൊ ബില്ല് വന്നു തുടങ്ങിയില്ലേ? ബില്ല് വന്നു തുടങ്ങുമ്പോ മനസ്സിലായിക്കോളൂ. ഇപ്പൊ വരും. ഏപ്രിലിലെ ബില്ല് കൂടി ഇപ്പൊ വരും. എന്നിട്ട് ഈ ചാർജ് 3ാമത് കൂട്ടിയതിന്റെ പിറ്റേ ദിവസം വീണ്ടും വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു യൂണിറ്റിന് 32 പൈസ കൂട്ടണമെന്ന്. ആര്യാട സാറ് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. നമുക്ക് ഓർമ്മയുണ്ടാന്ന് എനിക്കറിയില്ല. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 20 പൈസ കുറച്ചു വന്നു ഒരു യൂണിറ്റിന്. അതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾ നികത്തി ആകെ നഷ്ടം 1000 കോടി രൂപ മാത്രമാക്കി. നമ്മൾ 2016 ഇറങ്ങി പോകുമ്പോ വൈദ്യുതി ബോർഡിന്റെ നഷ്ടം ആകെ 1000 കോടി. ഇപ്പോഴത്തെ നഷ്ടത്തിന് എന്തറിയാം? 9 കൊല്ലം കൊണ്ട് 45,000 കോടി. അത്രേ പറ്റുള്ളൂ. ആര്യാട സാർ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി, പുറത്തു നിന്ന് വൈദ്യുതി മേടിക്കണം. 25 കൊല്ലത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അദ്ദേഹം. എംപയർ എഗ്രിമെന്റ്. ഞാനത് വായിച്ചാണ്. എഗ്രിമെന്റിൽ ഒരു യൂണിറ്റ് വൈദ്യുതി 4 രൂപ 29 പൈസക്ക് മേടിക്കാൻ പറ്റും. നമ്മുടെ ഗവൺമെന്റ് മേടിച്ചു. പിണറായി സർക്കാർ വന്നിട്ട് കഴിഞ്ഞ് 7 കൊല്ലം മേടിച്ചു. 25 കൊല്ലത്തേക്കാ. പെട്ടെന്ന് 2 കൊല്ലം മുമ്പ് ആ എഗ്രിമെന്റ് ഒക്കെ ക്യാൻസൽ ചെയ്യും. അതെന്താ? ആ എഗ്രിമെന്റ് ശരിയല്ല. ആ എഗ്രിമെന്റ് ശരിയല്ലെങ്കിൽ ഒരു യൂണിറ്റ് 4 രൂപ 29 പൈസക്ക് മേടിച്ച വൈദ്യുതി ഒരു 4 പൈസ കുറച്ച് മേടിക്കണ്ടേ? ഇനി അതും പോട്ടെ, 4 രൂപ 28 പൈസക്ക് മേടിക്കണ്ടേ? 1 പൈസ കുറച്ച് മേടിക്കണ്ടേ? ഞാനത് കാരണം പറഞ്ഞ് കുറച്ച് മേടിച്ചു. ഞങ്ങളുടെ കാലത്ത് കുഴപ്പമാണെങ്കിൽ, ആര്യാട സാറിന്റെ കുഴപ്പമാണെങ്കിൽ സമ്മതിച്ചു. നിങ്ങൾ 1 പൈസ കുറച്ച് പുറത്തുനിന്ന് വൈദ്യുതി മേടിച്ചു. ഇപ്പൊ എത്രയ്ക്കാ മേടിക്കണമെന്നറിയാമോ? 4 രൂപ 29 പൈസക്ക് മേടിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദ് ചെയ്ത് 8 രൂപ മുതൽ 12 രൂപയുടെയൊക്കെയാണ് വൈദ്യുതി മേടിക്കുന്നത്. എന്തിനാന്നറിയാമോ? കള്ള കച്ചവടം, അഴിമതി. അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കരാർ റദ്ദാക്കിയത്. ഒരു ദിവസം വൈദ്യുതി ബോർഡിന്റെ നഷ്ടം എത്രയാണെന്നറിയാം? 20 കോടി. ചിരിക്കല്ലേ? 2 കൊല്ലം കൊണ്ട് എത്ര കോടിയായി? ആ കോടി ചിരിക്കണ്ടെന്ന് പറഞ്ഞെന്താ അറിയോ? ആ കോടി എവിടെ നിന്ന് ഈടാക്കും? നമ്മുടെ കയ്യിൽ നിന്ന് 3 മാസം കൂടുമ്പോ വൈദ്യുതി ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇവന്മാര് കട്ട് തിന്നതിന്റെ പൈസയാണ്. കട്ട് തിന്നാണ്. മര്യാദക്കുണ്ടായി 25 കൊല്ലത്തെ ഒരു കരാർ റദ്ദാക്കി 4 രൂപ 29 പൈസയ്ക്ക് മേടിച്ചിരുന്നത് 8 രൂപയ്ക്കും 12 രൂപയ്ക്കും മേടിക്കുന്ന കള്ള കച്ചവടമാണ്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണിത്. എല്ലാ വകുപ്പും, ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ, ക്ഷേമനിധി കിട്ടിയിട്ട് 24 മാസമായി. അംഗൻവാടി റിട്ടയർ ചെയ്തവർക്ക് വല്ലതും കിട്ടിയോ?
എല്ലാ ക്ഷേമനിധികളും നടന്നു. 2500 കോടി അതിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുക. ആശാ വർക്കർമാര് പാവങ്ങളെ സമരം ചെയ്യാം അല്ലെ. ദിവസമായി തലമുണ്ടനം ചെയ്തും കരഞ്ഞും കണ്ണീരൊഴുക്കിയും സമരം ചെയ്യാൻ, ഒരുപാട് ജോലി ചെയ്യാൻ. അവരുടെ ഓണറേറിയം കൂട്ടാം എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ എന്താ സ്ഥിതി? അവരെ കളിയാക്കാം, അവരെ പരിഹസിക്കുകയാണ്. കാരണം ഇത് തൊഴിലാളി വർഗ പാർട്ടിയല്ല. ഇപ്പൊ മുതലാളിത്ത പാർട്ടിയായി, പൈസ ഇപ്പൊ മുതലാളിയായി. ഞാൻ പറഞ്ഞു, പണ്ട് നമ്മൾ 40 കൊല്ലം മുമ്പ് സത്യന്റെയും നസീറിന്റെ ഒക്കെ പടം കാണുമ്പോ അതിന്റെ അകത്ത് മുതലാളിയില്ലേ, ജോസ് പ്രകാശൊക്കെ തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ ഒരു പുച്ഛഭാവം. ആ ഭാവമാണ് ഇപ്പോഴത്തെ മന്ത്രിമാർക്ക്. തൊഴിലാളികളെ സമരം ചെയ്യുമ്പോൾ കളിയാക്കാണ്. ഈ പാവപ്പെട്ട സ്ത്രീകളെ ജീവിക്കാൻ നിവർത്തിയില്ലാത്തവരെ അവരെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ് ഈ മന്ത്രിമാർ. കാരണം ഇവരിപ്പോ മുതലാളിമാരായി. തൊഴിലാളി വർഗ പാർട്ടി ഇപ്പൊ മുതലാളിമാരായി. ഖജനാവ് കാലിയായി. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കാം. അപ്പൊ ധനമന്ത്രിക്ക് ഭയങ്കര വിഷമം. അതങ്ങനെ പറയാമോന്ന് ചോദിച്ചു. ഞാൻ പറയാൻ കാര്യം, എന്റെ വീട്ടിൽ കുറെ പൂച്ചയുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, ഈ പൂച്ച പ്രസവിക്കാൻ നേരത്തെ കണ്ടിട്ടുണ്ടാ 2 ദിവസം ഊടി നടക്കും പരിഭ്രാന്തിയായിട്ട്, ശരിയല്ലേ? എന്നിട്ട് ആരും വരാത്ത, ആരും കയറാത്ത ഒരു മൂല കണ്ടുപിടിക്കും. പൂച്ച അവിടെ കൂളായിട്ട് പ്രസവിക്കും. ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഖജനാവ്. വെക്കണ്ട, ഒന്നുമില്ല അവിടെ. എല്ലാം കാലിയായി. ആർക്കും കൊടുക്കാൻ പൈസ ഇല്ല. ഈ സ്കൂളിലെ പാചക തൊഴിലാളികളുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ശമ്പളം കൊടുത്തിട്ട് 3 മാസമായി. പെൻഷൻ കുടിശ്ശികയുണ്ട്, സാമൂഹ്യ സുരക്ഷ പെൻഷൻ കുടിശ്ശികയുണ്ട്. ഒരു കാര്യത്തിനും കാശ് കൊടുക്കില്ല, കാശില്ല. ആശുപത്രിയിൽ കാരുണ്യ കാർഡുമായി ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ളതാ. ചെന്ന കിട്ടുമോ? ഇപ്പോ അവർക്ക് കൊടുക്കാനുള്ളത് 2000 കോടി രൂപയാ. ഒരു സ്ഥലത്ത് എല്ലായിടത്തും കാശ് കൊടുക്കാണ്, എല്ലായിടത്തും പണം കൊടുക്കാനാണ്. ഒരു സ്ഥലത്തും കൊടുക്കാൻ, കരാറുകാർക്ക് കൊടുക്കാനുണ്ട്, വൈദ്യുതി ബോർഡിൽ കൊടുക്കാനുണ്ട്, വാട്ടർ അതോറിറ്റിയിൽ കൊടുക്കാനുണ്ട്. കേരളത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ആക്കി. ഇവർ ഇത്രയും നാളുകൊണ്ട് ഈ തീരുമാനമാക്കി, ഇത്രയും തകർത്തു. നമ്മുടെ ഗവൺമെന്റ് വരുമ്പോ ഒരു കടം ഉണ്ടായിരുന്നു, 1.5 ലക്ഷം കോടി രൂപയാണ് കടം. അത് എപ്പോഴും നമ്മുടെ സമ്പദ് വ്യവസ്ഥ വർദ്ധിക്കുന്നതനുസരിച്ച് കടം ഉണ്ടാവും. ആ കടം നമുക്ക് വീട്ടാം. ഇപ്പോ 9 കൊല്ലം മുന്നേ എത്രയാണെന്നറിയോ? ഈ 2026 വരെ ഇറങ്ങുമ്പോ 6 ലക്ഷം കോടിയാവും കടം. തകർത്തു, എല്ലാം ഇല്ലാതാക്കി. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കുറവില്ല. അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? വല്ല കുറവുണ്ട്. എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാണ് ധിക്കാരം. ഇവിടെ നമ്മുടെ വഴിക്കടവിൽ പന്നിക്കണിയിൽ ഷോക്കടിച്ച ഒരു കുഞ്ഞു മരിച്ചു. അപ്പൊ ഒരു വനം മന്ത്രി ഉണ്ട്, അതിൽ പറഞ്ഞു ഇത് പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന. അതെന്ത് പ്രതിപക്ഷം? ഞാനും ജോയിയൊക്കെ കൂടി ഒരു പന്നിക്കണി ഉണ്ടാക്കി, അതിൽ എക്സിറ്റ് കൊടുത്ത് ഒരു കുഞ്ഞിനെ കൊന്ന് ഷൗക്കത്തിൽ ജയിപ്പിക്കാൻ. ഇയാളോടൊക്കെ നമ്മൾ എന്താ പറയാ? KPC പ്രസിഡന്റ് ഒരു ഉഗ്രം മറുപടി പറഞ്ഞു. ആനയ്ക്ക് വെച്ച മയക്കുമടി വെടി ഇയാൾക്കിട്ടാ കൊണ്ടേന്ന് പറയും വനം മന്ത്രിക്ക്. മയങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടിന് മുഴുവൻ വന്യമൃഗ ആക്രമണമുണ്ട്. ഞങ്ങൾ അസംബ്ലിയിൽ കൊണ്ടുവരും സ്ഥിരം. അപ്പൊ ഞങ്ങളോട് ചോദിക്കും, ഞാൻ വനം മന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിന്ന് ഇറങ്ങണേന്ന്? അത് ചോദിക്കുന്ന വനം മന്ത്രിയാ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ജനങ്ങൾ ഇപ്പൊ മലയോരത്തെ ജനങ്ങളെല്ലാം ഭീതിയിലാണ് അല്ലേ? എപ്പോ ആന ഇറങ്ങാം? ഈ മിനിയാന്നൂടെ കടുവിറങ്ങി, പുലി ഇറങ്ങി, ആന ചവിട്ടിക്കൊല്ലിയാണ് ആളില്ലേ. എന്തൊരു ക്രൂരതയാണ് നടക്കുന്നത്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. എല്ലാവരും കൃഷി നശിച്ചു അല്ലേ? പശുവിനെ കിടന്നാ ജീവിക്കുന്നത്. ആ പാല് കൊടുക്കാൻ പറ്റുന്നില്ല, കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പേടിയാണ്. ഭീതിയിലാണ് ആളുകൾ മുഴുവൻ ജീവിക്കുന്നത്. ആ ഭയത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആനയ്ക്കും കടുവയ്ക്കും പുലിക്കും പന്നിക്കും വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ. ഞാൻ അതുകൊണ്ടൊരു കാര്യം പറഞ്ഞു. എന്താ? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ, ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടാവും. വേണ്ടേ? വില കൂടുമ്പോ വില നിയന്ത്രിക്കാൻ സർക്കാർ വേണ്ടേ? ഇവിടെ സർക്കാരുണ്ടോ? അതുകൊണ്ട് ഈ സർക്കാരിന്റെ മുഖമുദ്ര സർക്കാരില്ലായ്മയാണ്. സർക്കാരില്ലായ്മയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നു. അതിനുവേണ്ടി മുഖ്യമന്ത്രി ഇന്നലെ വന്നപ്പോ
എടാ, ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം ഇസ്രായേൽ ഇറാനിൽ ആക്രമിച്ചാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്നവരെ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിലമ്പൂര് വന്നിട്ടാണ് പാലസ്തീൻ എന്ന് പറഞ്ഞത്. നിലമ്പൂര് സ്പെഷ്യലാണ്. പാലസ്തീൻ പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. പാലസ്തീൻ എന്താണ്? ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ ദുഷ്ചെയ്തികൾ മുഴുവൻ ഇവിടെ ചർച്ചയാകരുത്. അപ്പോ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ അല്ല ആർക്കെങ്കിലും വേറെ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ കേരളത്തിൽ? എല്ലാവരും ഒറ്റക്കെട്ടല്ലേ? ആ യുദ്ധവും ആ ആക്രമണത്തെ എല്ലാവരും തള്ളി പറഞ്ഞല്ലേ? പക്ഷെ ഇവിടെ ചർച്ചയാക്കണം. എന്താണ്? ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ചർച്ച. അപ്പൊ ഇവിടുത്തെ റോഡ് ഈ സ്ഥിതിയിൽ കിടക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു നിൽക്കുന്നതും വന്യജീവി ആക്രമണവും ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ കൊള്ളരുതായ്മ ഒന്നും ചർച്ച ചെയ്യരുത്. ഭയങ്കര ബുദ്ധിയല്ലേ? പാലക്കാട് ഇതുപോലെ ഇരുന്നു ഒരു നീലപ്പെട്ടിയായിട്ട് വന്ന് കണ്ടില്ലേ? രാത്രി 12 മണിക്ക് ഷാനി മോളുടെയും ബിന്ദു കൃഷ്ണയുടെയും 2 കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറിയിൽ അർദ്ധരാത്രി പോലീസ് റെയ്ഡ് ചെയ്തു. അവിടെ കൊണ്ട് പൈസ വെച്ചിട്ടുണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൽ പോലീസ് വഷളായി എന്ന്. അതുപോലെ പന്നിക്കണിയായിട്ട് ഒന്ന് ഇറങ്ങി നോക്കിയതാ. ഈ മന്ത്രി പറഞ്ഞതിന്റെ കൂടെ നമ്മുടെ ഗോവിന്ദനും പറഞ്ഞതിന്റെ കൂടെ ഏത് പന്നിക്കണി ഗൂഢാലോചനയാണ് എന്ന്. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷയം മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുക. നമ്മൾ വിഷയം മാറൂല. വിഷയം ഈ സർക്കാരിന് എതിരായി വോട്ട് ചെയ്യാൻ പ്രതിഷേധിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുക. ഇത് UDF-ഉം LDF-ഉം തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് അല്ലെ? ഞാൻ പറഞ്ഞല്ലോ ആദ്യം. അതിന്റെ അപ്പുറത്തേക്ക് BJP ഒന്നും കാണാനില്ല. ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഒന്നുമില്ല. BJP-യും CPM-ഉം തമ്മിലൊരു ബാന്ധവമുണ്ട്. ഭയങ്കര സ്നേഹത്തിലാണ്. നിങ്ങൾക്ക് അറിയില്ലേ, നമ്മുടെ ഹൈവേ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ഒരു പരാതിയില്ല കേരള സർക്കാർ. പണ്ട് പാലാരിവട്ടം പാലം ഒരു എഞ്ചിനീയറിംഗ് പിഴവുണ്ട് എന്ന് റിപ്പോർട്ട് വന്നു. UDF-ന്റെ കാലത്ത് തുടങ്ങി LDF-ന്റെ കാലത്ത് തീർന്ന പാലമാണ്. എഞ്ചിനീയറിംഗ് പിഴവിന്റെ പേരിൽ മന്ത്രി എന്ത് വിളിച്ചു? മന്ത്രിയാണ് എഞ്ചിനീയർ. അന്നത്തെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ കേസിൽ പ്രതിയാക്കി. കോടതി ഉള്ളതുകൊണ്ട് ആ പാവം ജയിലിൽ പോയില്ല. പാലമൊന്നും ഇടിഞ്ഞു വീണില്ല. പക്ഷെ ഭയങ്കര പ്രചരണം. ഇപ്പൊ പാലം ഇടിഞ്ഞു വീണു, റോഡിന് വിള്ളലായി. ഡോക്ടർ MK മുനീർ പറഞ്ഞതുപോലെ ഇവര് ഇത് കൊണ്ടുവന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ആര്? ഈ പിണറായി വിജയനും ഈ റിയാസും ഒക്കെ എല്ലാ ദിവസവും റീലിട്ടുകൊണ്ടിരിക്കുക. മുനീർ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങളാണ് കൊണ്ടുവന്നതിന്റെ തള്ളല് കൂടിയപ്പോ ഹൈവേയിൽ വിള്ളല് വന്നെന്ന്. വിള്ളല് വന്നപ്പോ തള്ളല് നിന്നു. ഇല്ലേ? മുനീർ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. അപ്പോ എന്ത് ചെയ്തു? സർക്കാർ പരാതിയില്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാ. 150 സ്ഥലത്താണ് പൊളിഞ്ഞു വീണത്. ഞങ്ങൾക്ക് പരാതിയില്ലെന്ന്. ഡൽഹി പോയി മന്ത്രിയെ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ പെട്ടി ഉപഹാരം കൊടുക്കുകയാണ്. അതിന് മുഖ്യമന്ത്രിയും റിയാസും കൂടി. ഈ പാലം മുഴുവൻ തകർന്നേ, ഈ റോഡ് മുഴുവൻ തകർന്നേ. കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഒരു വലിയ പെട്ടി, എന്താണ് പെട്ടിക്കകത്ത് സമ്മാനം. എന്നിട്ട് ഇത്രയും തകർന്നതിന് നിതിൻ ഗഡ്കരി ഒരു പൊന്നാടയും കൂടി അണിയിച്ചു. ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് കേസെടുത്ത പിണറായി സർക്കാർ 150 സ്ഥലത്ത് ഹൈവേ പണിത പൊളിഞ്ഞു പോയപ്പോ അതിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിക്ക് പൊന്നാടയും സമ്മാനപ്പെട്ടി. പേടിച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ BJP-ക്കാരെ പേടിച്ചിട്ട് പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുക. കാര്യം എന്താണെന്നറിയാലോ? ഞാൻ പറയണ എല്ലാവർക്കും അറിയാലോ, കാര്യം അറിയാലോ. അതാണ് കാര്യം. പിന്നെ മുനീർ വേറൊരു കാര്യം കൂടി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തപ്പോ അവിടെ നിന്നൊരു പടം എടുത്ത് പിണറായി വിജയൻ എല്ലാ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യും. പിറ്റേ ആഴ്ച ഒരു കപ്പൽ മറിഞ്ഞു. ഞാൻ പറഞ്ഞല്ല, സത്യമായിട്ട് ഞാൻ പറഞ്ഞല്ല. അതിന്റെ പിറ്റേ ആഴ്ച ഒരു കപ്പൽ കത്തും പിടിച്ചു. ഹൈവേ ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. 4-ാം വാർഷികത്തിന്റെ തലേ ദിവസം ഹൈവേ കിടക്കുന്നത് താഴെ കിടക്കുന്നു. ദേവി ഇത് ഒന്നും നോക്കി പറയല്ലേ, ഇങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഈ കപ്പല് പോയപ്പോ കേസെടുക്കണ്ടേ? തീരപ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടാണ്. കേസെടുക്കൂല. എന്താ കാര്യം? അദാനിക്ക് ഇഷ്ടമുള്ള കപ്പൽ കമ്പനിയാണ്. അദാനിക്ക് ഇഷ്ടമാണെങ്കിൽ BJP-ക്ക് ഇഷ്ടമുള്ള കമ്പനിയാണ്. ഇത് കേസെടുക്കൂല. ഇപ്പൊ സമ്മർദ്ദം കൂടിയപ്പോ ഒരു കേസെടുക്കും. ആരാണ്? ഒരു CPM-കാരനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചേക്ക് എപ്പോ ആണെങ്കിലും സെറ്റിൽ ചെയ്യാൻ.
എപ്പോഴേലും സെറ്റിൽ ചെയ്യാലോ. അപ്പൊ പഞ്ചപുച്ഛമടക്കി BJP-യുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതായത് ഇവർ നിൽക്കുകയാണ്, ഇത് നാണോ ഇല്ലാതെ നിൽക്കുകയാണ്, പേടിച്ച് നിൽക്കുകയാണ് BJP. ഹൈവേ തകർത്തതിന് മന്ത്രിക്ക് സമ്മാനപ്പെട്ടി പൊന്നാടി അണിയിപ്പിച്ച ആളുകളാണ്. അതെ അതെ, എല്ലാം ഈ സ്ഥിതിയിലെത്തി, കേരളത്തിലെത്തി. അപ്പൊ അവർക്കുള്ള താക്കീതാകണം ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരുകാരെ കേരളം മുഴുവൻ ഉറ്റുനോക്കാം. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുന്ന ഉജ്ജ്വലമായ ഭൂരിപക്ഷം അത് നിങ്ങൾ തന്നാൽ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരും. എന്താ വാക്ക്? ആര്യാടൻ മുഹമ്മദിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന, ആര്യാടൻ ഷൗക്കത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കെന്താ? 2026 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഈ കഷ്ടപ്പെടുന്നവരുടെ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ, ഈ ഗവൺമെന്റ് പീഡിപ്പിക്കുന്നവരുടെ മുഴുവൻ സങ്കടങ്ങളും മാറ്റാൻ, അവരുടെ കണ്ണീര് തുടയ്ക്കാൻ UDF അവരുടെ കൂടെ ഉണ്ടാകും. ജനങ്ങളുടെ കൂടെ. വന്യജീവി ആക്രമണത്തിൽ വിഷമിക്കുന്ന പാവപ്പെട്ടവരെ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കാൻ UDF ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ വോട്ടവകാശം എന്ന് പറയുന്നത് നിലമ്പൂരിലെ വോട്ടവകാശം മാത്രമല്ല, 2026 UDF-നെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയുള്ള വോട്ടാണെന്ന് മനസ്സിലാക്കി. പേമാരി പെയ്താലോ ഒന്നും ഉണ്ടാവില്ല, അന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പെയ്താലും എല്ലാവരും പോയി വോട്ട് ചെയ്യും. എപ്പോഴാണ് വോട്ട് ചെയ്യണം? ഉച്ച കഴിഞ്ഞിട്ടാണ്? രാവിലെ പോകണം. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് പോകാന്ന് വിചാരിക്കരുത്. നമ്മളെല്ലാവരും രാവിലെ പോയി വോട്ട് ചെയ്യണം. മുഴുവൻ പേര് എല്ലാവരോടും പറഞ്ഞേക്കണം, ബന്ധുക്കളോടും എല്ലാവരോടും പറഞ്ഞേക്കണം. എല്ലാവരും പോയി രാവിലെ വോട്ട് ചെയ്തേക്കണം. ഉച്ചയാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ അസീസെ കൂടി പറക്കി എടുത്തിട്ട് ബാക്കി പോയി കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ചേക്കും. ഒറ്റ ആള് നമ്മുടെ വോട്ട് ചെയ്യാൻ എല്ലാവരും ചെയ്യും. അറിയാലോ, പ്രിയങ്ക ഗാന്ധി 65,000-ന്റെ ഭൂരിപക്ഷം ഉണ്ടായി നിലമ്പൂരിൽ. മൊത്തം 4 ലക്ഷം. ഒരു വിജയരാഘവനുണ്ടല്ലോ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തേക്കണം. ഓൾ എന്താ പറഞ്ഞത്? അത് വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. അപ്പൊ എന്റെ ചോദ്യം, 95,000 പേര് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത് നിലമ്പൂർ, അവരൊക്കെ വർഗീയവാദികളും തീവ്രവാദികളാണ്. ഇവര് കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ പറഞ്ഞില്ല. അപ്പൊ ന്യൂനപക്ഷ പ്രീണനമായിട്ട് അത് കഴിഞ്ഞ് പുള്ളി മാറ്റി. പിന്നെ BJP-യെ സന്തോഷിപ്പിക്കാൻ ഡൽഹി പോയി പറഞ്ഞു. മലപ്പുറം ജില്ല മുഴുവൻ കുഴപ്പമാണ്. ഇവിടെ മുഴുവൻ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇവിടെ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്താണ്. ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം ഉപയോഗിക്കുന്നത്. മലപ്പുറത്തെ ജനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വിജയരാഘവനോട് ചാർജുള്ള വിജയരാഘവൻ 1 ഡസൻ പ്രാവശ്യമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഇവരെയൊക്കെ വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് ആ വിജയരാഘവനോട് ചാർജ് കൊടുത്തേക്ക് LDF സ്ഥാനാർത്ഥിയുണ്ട്. മനസ്സിലായ? മലപ്പുറത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഏതെങ്കിലും വിഭാഗത്തെ കുറിച്ചല്ല, മലപ്പുറത്തെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദമുള്ള 1ാമത്തെ ജില്ല മലപ്പുറമാണ്. മലപ്പുറത്തെ പറ്റി പറഞ്ഞാൽ ഞങ്ങളൊക്കെ കണ്ടേക്കുന്നതിനേക്കാൾ മതസൗഹാർദ്ദം ഇവിടെയുണ്ട്. ഇത്രയും സന്തോഷത്തോടുകൂടി എല്ലാവരും ജീവിക്കുന്ന സ്ഥലം വേറെയില്ല. എന്നിട്ട് മലപ്പുറത്തെ പറ്റി പറഞ്ഞ എല്ലാ വിഭാഗം ജനങ്ങളെ കുറിച്ചാണ് അത് പറഞ്ഞത്. എന്താ അത് പറയാൻ കാര്യം? BJP ഏമാനന്മാരെ സന്തോഷിപ്പിക്കാനാണ്. ഡൽഹിയിലിരിക്കുന്ന BJP-യുടെ സംഘപരിവാറിന്റെ അജണ്ടയാണ് മലപ്പുറത്ത് മുഴുവൻ കുഴപ്പമാണെന്ന് പറയുന്നത്. അതിപ്പോ പിണറായി വിജയനാണ് ഏറ്റുപിടിച്ചിരിക്കുന്നത്. അതിനൊക്കെയുള്ള മറുപടിയാണ് 19-ാം തീയതി നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരും ഏറ്റവും നല്ല ഭൂരിപക്ഷം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, ഇനി വിശ്രമമില്ല, പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഇങ്ങോട്ട് കയറി വന്നതിനേക്കാൾ കൂടുതൽ ഊർജത്തോടുകൂടി നിങ്ങൾ കൂടുതൽ ഇന്ധനം തന്നു. ആ ഇന്ധനത്തോടും ഊർജത്തോടും കൂടി യാത്രയാവുകയാണ്. ഞാൻ ഈ കുടുംബസംഗമം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.